ശങ്കുട്ടിദാസ്, അങ്ങനെ ഒരു സംഘദർശനാക്കി ദൂരദർശനെ മാറ്റിയിട്ടുണ്ടോ? അതിൽ കേന്ദ്ര സർക്കാരിന് അതിൽ മന്ത്രാലയത്തിന് കൃത്യമായ പങ്കുണ്ടോ? നിങ്ങൾ ഇതിനെ ഒരു ഇലക്ഷൻ പ്രചാരണ തന്ത്രമായി ഉപയോഗിക്കുന്നുണ്ടോ? രണ്ട് പാനലിസ്റ്റുകളുടെയും ആരോപണമാണത്. അല്ല, അങ്ങനെ ഇല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി അങ്ങനെയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ നിവൃത്തിയൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്ഥിരമായിട്ട് കേരളത്തെ ആക്ഷേപിക്കുന്നു, കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അരുൺകുമാർ പറഞ്ഞൊരു ഉദാഹരണം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് കേരളത്തെ സൊമാലിയോട് ഉപമിച്ചു എന്നാണ്. എത്രയോ തവണ മറുപടി പറഞ്ഞ് തേഞ്ഞു പോയിട്ടുള്ളൊരു ആരോപണമാണ് അത്. അദ്ദേഹം വന്ന് പറഞ്ഞത് കേരളത്തിലെ SC/ST കുട്ടികൾക്കിടയിലെ മരണനിരക്ക് സബ് സഹാറൻ രാജ്യങ്ങളിലെ സമാനമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന് സമാനമാണെന്നുള്ളതാണ്. അല്ലാണ്ട് കേരളം സൊമാലിയാണെന്നല്ല. ഒരു പ്രത്യേക മീറ്ററിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യത്തെ കേരളം സൊമാലിയോട് ഉപമിച്ചു എന്ന് പറഞ്ഞത് സ്ഥിരമായിട്ട് 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്ന നുണ ഇപ്പോഴും ആവർത്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. ഒന്ന്. രണ്ട്, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആൾ പറഞ്ഞു ഇത്രയും ആളുകൾ ISIS-ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. കാരണം KSRTC ബസ്സിലോ ട്രെയിനിലോ ഒന്നും അല്ലല്ലോ ഇവർ പോയതെന്ന്. അങ്ങനെ ഇവിടുത്തെ വസ്തുതകൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ISIS-ലേക്ക് പോയത്? ഇപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റ്യൻ്റെയും ജീവിതങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലോ. ഇവരെങ്ങനെയാണ് ISIS-ലേക്ക് പോയത്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ISIS-ലേക്ക് ട്രെയിൻ കയറുകയല്ല ഇവർ ചെയ്യുന്നത്. ഇവരിവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോയി. ശ്രീലങ്കയിലേക്ക് പോകുന്ന ഇന്ത്യക്ക് തടയാൻ കഴിയുമോ? ശ്രീലങ്കയിലേക്ക് പോകാൻ ആളുകൾക്ക് അവകാശമില്ലേ? ഇവരിവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോയി, ശ്രീലങ്കയിൽ നിന്ന് ഇവർ ഇറാഖിലേക്ക് പോയി, അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. ഇങ്ങനെയാണ് തുടർച്ചയായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടാണ് അവസാനം ഒരു ISIS-ൻ്റെ ഈ ഖൊറാസാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തിയത്. ശ്രീലങ്കയിലേക്ക് വിസ നേടിയിട്ട് ആളുകൾ യാത്ര ചെയ്യുന്നതിന് തടസ്സം ചെയ്യാൻ കഴിയില്ല. 130 കേസുകൾ, ഞാൻ പറഞ്ഞതിൽ 68 കേസുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഈ പറയുന്ന ISIS-ലേക്ക് പോയിട്ടുള്ളതാണ്. അതിനെങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുക? പക്ഷേ ഇവിടെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത, ഇന്ത്യയിൽ നിന്ന് 200ഓളം ആളുകൾ ISIS-ൽ ചേർന്നിട്ടുണ്ട്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. ആ വസ്തുത പറയരുത്. നമ്മുടെ കേരളത്തിൽ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും ഒരു ബോർഡ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ ആകെ കഥ. പക്ഷെ 130 ആളുകളുടെ കഥ കേരളത്തിൻ്റെ ചേർത്ത് പറയാനേ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു വാദമാണ്. ഇതും കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ്. ഇത് കേരളത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ്. അതിൽ കുറേയൊക്കെ ഭാവനയൊക്കെ ചേർത്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഡോക്യുമെൻ്ററി അല്ലല്ലോ, വസ്തുതാകഥനം അതല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ സിനിമ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 32,000 കണക്ക് സിനിമയിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ട്രെയിലറിലാണ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുന്നിൽ കേസുണ്ടായിരുന്നു. കേരള ഹൈക്കോടതിക്ക് മുന്നിലും കർണാടക ഹൈക്കോടതിക്ക് മുന്നിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുന്നിലും കേസുണ്ടായിരുന്നു. സുപ്രീം കോടതി ആ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം, സാധാരണഗതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ കാണാതിരിക്കുകയാണ് വേണ്ടത്, എനിക്ക് ഇഷ്ടമല്ലാത്തത് കാണിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ കാണണ്ടെന്നാണ്. അങ്ങ് വളരെ ബാലിശമായി പറയുകയാണ്, സിനിമയിൽ ഈ കണക്ക് പറയുന്നില്ല, ട്രെയിലറിലേ ഉള്ളൂ എന്ന്. ട്രെയിലർ എന്താണ്, സിനിമയുമായി പുലബന്ധമില്ലാത്തൊരു കാര്യമാണോ? സിനിമയിൽ വരാൻ പോകുന്നതിന്റെ സൂചകമല്ലേ? ഈ 32,000 കഥയൊക്കെ പിന്നീട് വെട്ടിക്കളഞ്ഞത് ഇവിടുത്തെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഞാൻ പറഞ്ഞു നോക്കൂ, ട്രെയിലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ട്രെയിലർ? ട്രെയിലർ എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ, ആ സിനിമ കാണണമെന്നൊരു കൗതുകം ആളുകളിൽ ജനിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. പലപ്പോഴും സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത, സിനിമയിൽ ഉൾപ്പെടാത്ത രംഗങ്ങൾ വെച്ചുകൊണ്ട് ട്രെയിലറുകൾ പ്രത്യേകമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അടുത്തിറങ്ങിയിട്ടുള്ള പല സിനിമകളിലും ട്രെയിലറിലുള്ള രംഗങ്ങൾ സിനിമയിലില്ല. അപ്പോൾ അത് ആ സിനിമയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഉത്തരവാദിത്വം അങ്ങേക്കോ പാർട്ടിയിലോ ഇല്ല എന്നുള്ളതൊരു വാദത്തിന് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ശ്രീ ശങ്കുട്ടിദാസ് സംഘത്തിനെ ന്യായീകരിക്കുകയാണ്, സിനിമയിൽ ഇല്ലല്ലോ, ട്രെയിലറിലല്ലേ ഉള്ളൂ എന്ന്. ഒരു ദൃശ്യം കാണിക്കുന്നത് പോലെയല്ല, ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് വെറുപ്പ് വിറ്റുകൊണ്ടാണോ ആളുകളുടെ കണ്ണുകളെയും കൃഷ്ണമണിയും ആകർഷിക്കേണ്ടത്? ഞാൻ 32,000 എന്ന കണക്ക് ഞാൻ 32,000 എന്ന കണക്കിനെ ഞാൻ ന്യായീകരിച്ചിട്ടോ ഞാനതിനെ ശരിവെച്ചിട്ടോ ഇല്ല. പക്ഷേ 32,000 എന്ന കണക്ക് ശരിയല്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറയുന്നത് നോവെയർ ഹൈവേ ആർഗ്യുമെൻ്റാണ്. ഒന്നല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്നല്ല, ഇതിനിടയിലൊരു വസ്തുതയുണ്ട്. ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്നൊരു സത്യമുണ്ട്. ആ സത്യം 200ഓളം ആളുകൾ ഇന്ത്യയിൽ ISIS-ലേക്ക് പോയതിൽ ഏതാണ്ട് 130ഓളം ആളുകൾ കേരളത്തിൽ നിന്നാണ്. അതിൽ ധാരാളം പെൺകുട്ടികൾ, ഈ പറയുന്ന എന്താ പറയുക, നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള നജ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന
ഇൻഡോക്ട്രിനേഷൻ നടത്തിയിരുന്നത്. പീസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐഷയായി മാറിയിട്ടുള്ള സോണിയ സെബാസ്റ്റ്യന്റെ ഭർത്താവായിരുന്നു ഈ പറയുന്ന റഷീദ് അബ്ദുള്ള എന്ന് പറയുന്ന ആള്. ISIS-ൽ നിന്ന് ശബ്ദ സന്ദേശം അയച്ചില്ലേ കേരളത്തിലേക്ക്, നിങ്ങൾ അവിശ്വാസികളെ പരമാവധി കൊന്നൊടുക്കണം, തൃശ്ശൂർ പൂരത്തിനിടയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റണം, പൊതു ടാങ്കിൽ വിഷം കലക്കണം, ഒന്നുമില്ലെങ്കിൽ കത്തിയെടുത്ത ആളുകളെ കുത്തിക്കൊല്ലണം എന്ന് പറഞ്ഞില്ലേ. ഐഷ സെബാസ്റ്റ്യന്റെ ഭർത്താവായിരുന്നു അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പറയുന്ന റഫേല എന്ന് പറയുന്നവരെ കൊണ്ടുപോയിട്ടുള്ള ആള് ഇജാസ് കല്ലുകെട്ടിയ ഒരു യഥാർത്ഥ പ്രൊപ്പഗാൻഡ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എന്നത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. നോക്കൂ, ഉള്ള ഒരു സംഭവത്തെ അതുപോലെ എടുത്ത് പറയലല്ല സിനിമ. നടന്നൊരു സംഭവത്തിന് മേലെ ഭാവനയുടെ ചില ചിറകുകൾ വെച്ചുകൊണ്ട് അത് സംവേദാത്മകമായിട്ടുള്ള ഒരു ഭാഷ നിങ്ങൾ തുന്നി പിടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദാ ശർമ്മ ന്യൂസ് 18 അന്ന് നൽകിയ അഭിമുഖം ഇതൊക്കെ ഹിറ്റായി നിൽക്കുന്ന സന്തോഷത്തിൽ പറഞ്ഞത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്നാണ്. അങ്ങനെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു. 32,000 കണക്കൊക്കെ പറയുമ്പോഴും ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത്. ഈ സിനിമ എഴുതി കാണിക്കുമ്പോഴും ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത്. അതായത് ഇത് ഞങ്ങളുടെ ഭാവനയുടെ തൊങ്ങലാണ്, ചിറകാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അന്ന് ഇതിന്റെ പ്രചാരണം നടത്തിയത്. ഇത് ആധാരമാക്കിയിരിക്കുന്നത്, അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്നാണ്. ശരി, അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ ആടുജീവിതത്തിന്റെ ഉദാഹരണം കൃത്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നജീബിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതല്ല. അതിൽ പറയുന്ന പല സീനുകളും ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ നോവലിസ്റ്റ് തന്നെ പറയുന്നത് 30% അദ്ദേഹത്തിന്റെ ജീവിതമാണെന്നാണ്. അങ്ങനെയാണ് സിനിമകൾ ഉണ്ടാവുക. മുന്നിൽ വെക്കുന്നത് ആ ട്രെയിലറുമായി ബന്ധപ്പെട്ട് അത് പലയിടങ്ങളിൽ പോയി പറയുകയാണ്. ആണോ എന്ന് നിങ്ങൾ വിധി പറയണ്ട. ഞാൻ ആ വാദത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ബാലിശമാണോ പക്വമാണോ എന്ന് നിങ്ങൾ വിധി പറയണ്ട. ശരി, എനിക്ക് കിട്ടുന്ന അവസരത്തിൽ എൻ്റെ നിലവാരം അനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. അത് ബാലിശമാണോ പക്വമാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ. ഞാൻ പറയുന്നത് ആ കണക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ പോലും അത് ഈ സിനിമയുടെ ആകെ സന്ദേശത്തെ റദ്ദ് ചെയ്യുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള സിനിമയാണ്. അതുകൂടി കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. ആ വിഷയം ചർച്ചയാവാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവമേ പുറത്തു പറയാൻ പാടില്ല. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പരം മധുരൂട്ടുന്നതിൻ്റെയും കഥകൾ മാത്രമേ ലോകം പറയാൻ പാടുള്ളൂ. ഇവിടെ നടക്കുന്ന മോശം കാര്യങ്ങൾ ആരും അഡ്രസ് ചെയ്യാതെ കാർപ്പറ്റിന്റെ അടിയിൽ അങ്ങ് പറയുന്നത് പോലെ പരസ്പരം മധുരവും പരസ്പരം സ്നേഹവും പരസ്പരം വേദനയും പങ്കുവെക്കുന്ന ആളുകളുടെ നാട് തന്നെയാണ്. അതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു പ്രളയം വന്നപ്പോൾ, ഒരു കോവിഡ് കാലം വന്നപ്പോഴൊക്കെ മനസ്സ് നിറഞ്ഞ് പരസ്പരം കൈകൊടുത്ത് ജീവിച്ച മനുഷ്യരുടെ നാടാണിത്. ആ പേര് വെച്ചുകൊണ്ടാണ് ദാ നോക്കൂ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ എന്ന് പറയാൻ പാടില്ല. ആ സിനിമ അത് ഉൾക്കൊള്ളുന്ന ഐഡിയയുമായി ബന്ധപ്പെട്ട് മറ്റെന്തു പേരിട്ട് അത് വന്നിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല. ഈ പറയുന്ന പ്രതിഷേധങ്ങൾ തീവ്രവാദ പ്രവണതകളില്ല എന്നോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നോ ഒന്നും ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരുന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിലറിൽ 32,000 കണക്ക് പറഞ്ഞുകൊണ്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് വന്നത്. അതൊരു ഇലക്ഷൻ കാലത്ത് പ്രദർശനത്തിന് വെക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന സ്വപ്നമാണ് കേരളം പോലൊരു മണ്ണിൽ. നോക്കൂ, അത് പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് സമൂഹത്തിന് അറിയാം. പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ കാര്യം ഈ പറയുന്ന ഇവരുടെ പിടിപ്പുകേട് കൊണ്ട് ഇവർ ലാളിച്ചും ഇവർ പ്രോത്സാഹിപ്പിച്ചും ഇവർ പരിപോഷിപ്പിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭീകരതയുടെ കാര്യം പുറം ലോകം അറിയരുതെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രതിഷേധമാണ്. അത് വസ്തുതകളെ റദ്ദില്ല. നിങ്ങൾ ഈ ചർച്ച നടത്തുന്ന തിരുവനന്തപുരം സ്റ്റുഡിയോന്റെ വളരെ അടുത്ത് പാർട്ടികൾക്കെതിരെ ഉത്തരവാദിത്ത ബോധത്തോടെയാണോ BJPയുടെ പ്രതിനിധി ഇരുന്ന് പറയുന്നത് അവർ തീവ്രവാദത്തെ പരിപോഷിക്കുന്നുവെന്ന്? എന്താണ് ഞാൻ പറയുന്നു ഇടത് വലത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ അന്തരീക്ഷം എക്കോസിസ്റ്റം വളരെ ബോധപൂർവം പരിപോഷിപ്പിച്ച് നിലനിർത്തിയിട്ടുള്ളതാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ പോലും പൊതുസമൂഹത്തെ അംഗീകരിക്കുന്നില്ല. അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. ദൂരദർശൻ ഓഫീസിലേക്ക് കേരളം തീവ്രവാദത്തിന്റെ നഴ്സറിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപും. അങ്ങനെയല്ല എന്ന് പ്രതിരോധിക്കുന്നുണ്ട് CPM-ഉം കോൺഗ്രസും എടുത്ത മാധ്യമങ്ങളും സാധാരണ കേരളത്തിലെ ജനങ്ങളും ഒക്കെ.
അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കേരളം തീവ്രവാദത്തിന്റെ നഴ്സറി അല്ല, ഇവിടെ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നില്ല എന്ന് നല്ല ഉറച്ച ബോധ്യമുള്ളവർ തന്നെയാണ് ഈ നാട്ടിലുള്ള മനുഷ്യർ. നിങ്ങൾ സ്വന്തം കാര്യം പറഞ്ഞാൽ പോലെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്താൻ നിങ്ങളെ ആരാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? കേരളത്തിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് തീവ്രവാദത്തെ പറ്റിയിട്ട്. സാധാരണ മനുഷ്യർക്ക് ആശങ്കയുണ്ട്. കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ധാർമ്മിക അടിത്തറയും ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി തീവ്രവാദത്തെ സംബന്ധിച്ച് ആശങ്കയുള്ളവർ തന്നെയാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യരും. തീവ്രവാദത്തെ സംബന്ധിച്ച് BJP എങ്കിലും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവര്. അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം എവിടെ നിന്നാണ് വരുന്നത് എനിക്ക് അറിയുന്നില്ല. കേരളത്തിലെ സാധാരണ ജനത്തിന്റെ ആശങ്ക തന്നെയാണ് തീവ്രവാദം. എനിക്കെതിരെ പറഞ്ഞത് അങ്ങ് പറഞ്ഞു കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ച് ഇവിടെ തേനും പാലും കൂട്ടുന്ന മധുര മനോജ്ഞ കേരളമല്ല എന്ന് പറയാൻ അങ്ങേക്ക് അവകാശമുണ്ട്. പക്ഷേ ഇത് സ്നേഹത്തിന്റെ നാടാണ് എന്ന് പറയാൻ കേരളത്തിലെ ഒരു സാമാന്യ ജീവി എന്ന നിലയിൽ എനിക്ക് അവകാശമില്ല അല്ലേ? ആ ചീട്ട് എനിക്ക് വേണ്ട കേട്ടോ.